ഒരു വശത്ത് പരിചയസമ്പന്നരും ശക്തരുമായ ഗുജറാത്ത് ടൈറ്റൻസ്, മറ്റൊരു വശത്ത് ഫിയർലെസ് യങ് രാജസ്ഥാൻ റോയൽസ്. ഇവർ നേർക്കുനേർ വന്നപ്പോൾ ആർക്കാണ് വിജയം കൂടുതലെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം കമന്റായി പറയാമോ? രാജസ്ഥാനും ഗുജറാത്തും നേർക്കുനേർ വരുമ്പോൾ ആര് ജയിക്കുമെന്നത് വലിയൊരു ചോദ്യമാണ്. അതിനുള്ള പ്രധാന കാരണം ഗുജറാത്ത് ശക്തമായ ടീമാണെങ്കിൽ കൂടിയും രാജസ്ഥാന്റെ യുവനിരയെ തകർക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ, പ്രത്യേകിച്ച് വൈഭവ് സൂര്യവംശിയെ. അടി തുടങ്ങിയാൽ ബൗളർമാരുടെ കാര്യം കഴിഞ്ഞു. IPL ചരിത്രത്തിൽ ഇതുവരെ 10 തവണയാണ് രാജസ്ഥാനും ഗുജറാത്തും ഏറ്റുമുട്ടിയത്. കണക്കുകളിൽ ഗുജറാത്ത് ടൈറ്റൻസിനാണ് വ്യക്തമായ ആധിപത്യം. 7 തവണ ഗുജറാത്ത് ജയിച്ചപ്പോൾ 3 തവണ മാത്രമാണ് രാജസ്ഥാൻ റോയൽസിന് ജയിക്കാനായത്. എന്നാൽ ഈ സീസൺ നോക്കുമ്പോൾ ഗുജറാത്തും രാജസ്ഥാനും ഓരോ വിജയങ്ങൾ വീതം സ്വന്തമാക്കിയിട്ടുമുണ്ട്. എലിമിനേറ്ററിൽ സൺറൈസേഴ്സിനെ തകർത്തതിന്റെ വമ്പൻ ആത്മവിശ്വാസത്തിലാണ് പരാഗും സംഘവും. വെറും 15 വയസ്സുകാരനായ വൈഭവ് സൂര്യവംശി തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. കഴിഞ്ഞ കളിയിൽ വെറും 29 പന്തിൽ 97 റൺസാണ് അവൻ അടിച്ചുകൂട്ടിയത്. IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ താരത്തിന്റെ സെഞ്ചുറിയും വൈഭവിന്റെ പേരിലാണ്. ഇനി ബൌളിംഗിലേക്ക് വന്നാലോ, ആർച്ചറാണ് ഇവിടെ മെയിൻ. തീയുണ്ടകൾ കൊണ്ട് എതിരാളികളെ കൂടാരം കയറ്റാൻ ആർച്ചറിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട്. രാജസ്ഥാന്റെ ദൗർബല്യം എന്തെന്നാൽ മുൻനിര പെട്ടെന്ന് തകർന്നാൽ മധ്യനിരയ്ക്ക് ഈ നോക്കൌട്ട് സമ്മർദ്ദം അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ്. ഈ സീസണിൽ ഗുജറാത്തും രാജസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ ടോപ്പ് ഓർഡർ മികച്ച രീതിയിൽ കളിച്ച മത്സരം RR ജയിക്കുകയും ടോപ്പ് ഓർഡർ തകർന്ന മത്സരത്തിൽ RR തോൽക്കുകയും ചെയ്തു. ഇനി ഗുജറാത്ത് ടൈറ്റൻസിന്റെ കരുത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഗിൽ, സായി സുദർശൻ എന്നിവരുടെ ബാറ്റിംഗ് നിരയുടെ പ്രകടനം നിർണായകമാണ്. ഇതിനൊപ്പം വളരെ അപകടകാരികളായ റാഷിദ് ഖാൻ, റബാഡ, സിറാജ് എന്നിവർ നയിക്കുന്ന ബൌളിംഗ് നിരയുമാണ് ഗുജറാത്തിന്റെ കരുത്ത്. ദൗർബല്യം നോക്കുമ്പോൾ ക്വാളിഫയർ 1-ൽ RCBയോട് 92 റൺസിന്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയതിന്റെ മാനസിക തകർച്ചയിലാണ് അവർ. ആ വലിയ തിരിച്ചടിയിൽ നിന്ന് അവർ എങ്ങനെ തിരിച്ചു വരുമെന്നത് നിർണായകമാണ്. അതിനു പുറമെ കഴിഞ്ഞ കളിയിൽ മിസ് ഫീൽഡുകളുടെയും ക്യാച്ച് ഡ്രോപ്പുകളുടെയും ഘോഷയാത്രയായിരുന്നു. ഇതിൽ മാറ്റം വരണം. അവസാനമായി ഇരു ടീമുകളുടെയും വിജയസാധ്യത കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് കഴിഞ്ഞ കളിയിലെ പ്രകടനവും അവരുടെ ഫോമും വെച്ചുള്ള വെറും ഒരു കണക്ക് മാത്രമാണ്. നിലവിലെ ഫോമും ആത്മവിശ്വാസവും കണക്കിലെടുക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന് 55% സാധ്യതയും ഗുജറാത്ത് ടൈറ്റൻസിന് 45% സാധ്യതയുമാണ് കാണുന്നത്. എങ്കിലും ഇതൊരു നോക്കൌട്ട് മത്സരമായതുകൊണ്ട് ഗ്രൗണ്ടിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സൂര്യവംശിയുടെ പാർട്ടിയിൽ നിന്ന് ഗുജറാത്ത് ബൗളർമാർ രക്ഷപ്പെട്ടാൽ കളി മാറി മറിയും. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇവരിൽ ആരായിരിക്കും ഫൈനലിൽ RCBയെ നേരിടാൻ പോകുന്നത്? GTയോ അതോ RRോ? നിങ്ങളുടെ പ്രഡിക്ഷൻ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.